അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു വലിയ സ്ഥാപനത്തിൻ്റെയും മേധാവിയായ സമസ്തയിലെ വലിയ പണ്ഡിതൻ, അദ്ദേഹം പ്രവാചകനോട് വിളിച്ചു തേടാൻ ഡയറക്റ്റ് പ്രാർത്ഥിക്കാനുള്ള ഒരു തെളിവ് കൊണ്ടുവന്നത് നിസ്കാരത്തിൽ തശഹുദിൻ്റെ വേളയിൽ അയ്യുഹൻ നബിയെ എന്ന് വിളിക്കുന്നില്ലേ, അല്ലയോ നബിയെ എന്ന് വിളിക്കുന്നില്ലേ, അപ്പോൾ പ്രവാചകനോട് നേരിട്ടു പ്രാർത്ഥിക്കാം, പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം, തൊലബുദ്ദുആ നടത്താം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് കാണാം. നബി തങ്ങളോട് നേരിട്ട് വിഷയം പറയണമെന്നും നബിയെ അങ്ങനെക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്ന് നമ്മുടെ റസൂലിനോട് പറയണം. കേട്ടോ, തൊലബുൽ ഇസ്തിഗ്ഫാരി മിൻഹു, പ്രവാചകനിൽ നിന്ന് പാപമോചന തേട്ടം അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം എന്നൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ആദ്യം നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചന തേട്ടം ആവശ്യപ്പെടണം എന്നും പ്രവാചകനോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ആളുകൾ സ്വാഭാവികമായും ചോദിച്ചു തുടങ്ങി ഇത്തരം ആളുകളോട്, ഇത്തരം ആൾക്കാർ നബിയും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുമൊക്കെ മരിച്ചു വഫാത്തായി കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാണ് അവരോട് ചോദിക്കുക, അവർ മൺമറഞ്ഞവരാണല്ലോ എന്ന ചോദ്യം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ആ വിഷയം എടുത്തു പറയുന്നുണ്ട്. എന്താണ്, നബി ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന്. അതിനെ ന്യായീകരിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ. നമുക്ക് കേൾക്കാം. മരിച്ചവല്ലേ നബി എന്ന് പറയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ അത്തഹിയാത്തിലും അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്, റബ്ബിനോടുള്ള സംഭാഷണമാണ് നമ്മുടെ നിസ്കാരം. അതെ, നിസ്കാരം എന്നത് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും തേട്ടങ്ങളും മാത്രമാണ്. റബ്ബിൻ്റെ മുമ്പിലാണ് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നത്. അതിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതുവരെ അതിനുശേഷമുള്ള ഇസ്തിഗ്ഫാറുകളും പ്രാർത്ഥനകളും ദുആകളും എല്ലാം അത് റബ്ബിനോട് മാത്രമാണ്. പക്ഷേ ഇദ്ദേഹം ഇവിടെ ഒരു തിരുമറി നടത്തുന്നുണ്ട്. ഇദ്ദേഹം നടത്തുന്ന തിരുമറി എന്താണെന്ന് നമുക്ക് നേരിട്ട് കേൾക്കാം. ആ നിസ്കാരം സ്വഹീഹ വേണമെങ്കിൽ നിർബന്ധമായ അത്തഹിയാത്തിൽ നമ്മൾ പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ. ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് പറയുന്ന പ്രയോഗമല്ലേ അത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ചമ്മാട് നിന്ന് ദുആ ചെയ്താലും, അമേരിക്കയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും, ചമ്മാട് നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും, ഇനി ചൈനയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിലും, ഒരു മുഅ്മിനിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്തഹിയാത്തിന്റെ വാക്കുകളിൽ അള്ളാഹുവിനോട് മാത്രം അഭിസംബോധന ചെയ്യുന്ന നിസ്കാരത്തിൽ നബി തങ്ങളോട് അഭിസംബോധന ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും, അല്ലേ? ശരിയാണ്. നിസ്കാരത്തിൽ തശഹുദ് പറയണം, അസ്സലാത്തു അയ്യുഹൻ നബി എന്ന് പറയണം. നബിയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാനല്ല ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത്. നിസ്കാരം ആരാ പഠിപ്പിച്ചു തന്നത്? ആ പ്രവാചകനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിസ്കാരം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ നിസ്കാരത്തിൽ ഇത് പറയണമെന്ന് പഠിപ്പിച്ചു തന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ നിസ്കരിച്ചപ്പോഴും ഈ പറഞ്ഞ വാക്കുകളും പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ വാദപ്രകാരം പ്രവാചകന്റെ നിസ്കാരത്തിൽ പ്രവാചകനോട് തന്നെ ഇസ്തിഗ്ഫാർ തേടി അല്ലെങ്കിൽ ഇസ്തിഗാസ തേടി എന്നാണോ വാദിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യമാണ്. പ്രവാചകന്റെ നിസ്കാരത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ തശഹുദിൽ ആ പ്രവാചകന്റെ വാക്കുകൾ, ആ പ്രവാചകൻ നമുക്ക് എന്തൊക്കെ അവിടെ ചൊല്ലണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നപ്പോൾ ആ പ്രവാചകൻ നിസ്കരിച്ച സമയത്ത് ആ പ്രവാചകൻ തന്നോട് തന്നെ ഇസ്തിഗാസ ചെയ്തു എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഈ അഹ്ലുൽ ബിദ്അന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് തെളിവെടുക്കും, എന്നിട്ട് അതിനെ ബുദ്ധി കൊണ്ട് ആലോചിക്കും, ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിൽ അതിനെ പറയും. സലഫുകൾ പറയാറുണ്ട്, യഅ്തഖിദൂന സുമ്മ യസ്തദില്ലൂൻ, ആദ്യം ബുദ്ധി കൊണ്ട് ചിന്തിക്കും, അതിനുശേഷം അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇതാണ് അഹ്ലുൽ ബിദ്അത്തിന്റെ പുത്തൻ ആശയക്കാരുടെ ഒരു അടിസ്ഥാന നിയമം. എന്നാൽ അഹ്ലുസുന്നത്തിന്റെ രൂപം എങ്ങനെയാണ്? യസ്തദില്ലൂൻ സുമ്മ യഅ്തഖിദൂൻ, ആദ്യം തെളിവ് കൊണ്ടുവരും, എന്നിട്ട് അതിനെ വിശ്വസിക്കും, അതിനെ ബുദ്ധി കൊണ്ട് അത് അംഗീകരിക്കും. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. എന്നാൽ ബിദ്അത്തിന്റെ കക്ഷികൾ പുത്തൻ ആചാരക്കാരുടെ, പുത്തൻ ആശയക്കാരുടെ, പുത്തൻ വാദികളുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ
അവർ ബുദ്ധി കൊണ്ട് ആദ്യം ചിന്തിക്കും. എന്നിട്ട് ആ ബുദ്ധിക്ക് യോജിച്ചതിലേക്ക് ഏതെങ്കിലും തെളിവുകൾ കടത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യുഹൻ നബി എന്ന വാക്ക് നിസ്കാരത്തിൽ തശഹൂദിൻ്റെ വേളയിൽ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാക്കിക്കൊണ്ട് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്, പറഞ്ഞു ഫലിപ്പിക്കുകയാണ്. ചെമ്മാടിൻ്റെ മണ്ണിൽ നിന്ന് നിസ്കരിച്ചാലും അയ്യുഹൻ നബിയെ എന്നല്ലേ വിളിക്കുന്നത്. നബിയെ എന്ന് വിളിച്ചുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കുകയല്ലേ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നിസ്കാരത്തിൽ പോലും ആ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എത്ര വലിയ അബദ്ധമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണിവിടെ അയ്യുഹൻ നബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം? അത് നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കലാണോ? അങ്ങനെയാണ് എങ്കിൽ പ്രവാചകൻ നബിയോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം അതാണ്. നബിയോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതൊരു ബുദ്ധിക്ക് യോജിക്കാത്ത സംഭവമല്ലേ. നിങ്ങൾ ബുദ്ധിയെ കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയ തെളിവിൽ തന്നെ നിങ്ങൾക്ക് മറുപടിയാണ്. അല്ലെങ്കിലും അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകൾ ഏതൊക്കെ വിഷയങ്ങളിൽ അവർ ബുദ്ധി കൊടുത്ത് ആലോചിച്ച് തെളിവുണ്ടാക്കി കൊണ്ടുവന്നാലും ആ തെളിവ് തന്നെ അവർക്ക് മറുപടി എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ അദ്ദേഹം വാദിച്ച വാദത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കാൻ പറ്റും. അയ്യുഹൻ നബി എന്ന് അവിടെ വിളിച്ചല്ലോ, അത് പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ് എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് നബിയോട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? അയ്യുഹൻ നബി എന്നത് ഒരു ശൈലിയാണ്, അഭിസംബോധന ശൈലിയാണ്, അതല്ലാതെ പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചതല്ല. അങ്ങനെ അഭിസംബോധന ശൈലി അറബിയിലില്ലായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ചു കിടന്നപ്പോൾ ആ പ്രവാചകന്റെ വിഷമം ഇബ്രാഹിമിനോട് പറയാൻ എന്താ പറഞ്ഞത്? ഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂമൂൻ. ഇബ്രാഹിമേ, ഞങ്ങൾ നിന്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖിതരാണ് എന്ന് പറഞ്ഞ് മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇബ്രാഹിമിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണോ? അല്ലെങ്കിൽ ഇബ്രാഹിം ഇപ്പോൾ കേൾക്കുന്നു എന്നാണോ? അല്ലെങ്കിൽ ഇബ്രാഹിം കേട്ട് ഉത്തരം ചെയ്യുമെന്നാണോ? ഒന്നുമല്ലല്ലോ. അതൊരു ശൈലിയാണ്, ഇതൊരു നാടൻ വർത്തമാനമാണ് എന്നു മാത്രമേ അതിലുള്ളൂ. ഇവിടെ പ്രവാചകനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ. നബിയെ, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ, താങ്കളുടെ മേൽ അള്ളാഹു നന്മ ചൊരിയട്ടെ എന്നുള്ള പ്രവാചകനോടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഇനി രണ്ടാമത്തൊരു വിഷയം, അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസപ്രകാരം ഈ തെളിവുകൾ പ്രാമാണികർ ഉദ്ധരിച്ച രൂപത്തിൽ, അവർ മനസ്സിലാക്കിയ രൂപത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ്. എന്നാൽ മുൻകഴിഞ്ഞ ഏതു പണ്ഡിതന്മാരാണ്, അഹ്ലുസുന്നത്തിൻ്റെ വക്താക്കളാണ് ഇവിടെ അയ്യുഹൻ നബിയു എന്ന് വിളിക്കുമ്പോൾ അത് പ്രവാചകനോടുള്ള തേട്ടമാണ് എന്ന് ആരാണ് വിശദീകരിച്ചത്? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. ഇനി മറ്റൊരു വിഷയം, ഇവർ കൊണ്ടുവന്ന തെളിവുകളെല്ലാം ഇവർക്ക് എതിരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ തശഹുദിലുള്ള വാചകങ്ങൾ ഒന്നെടുത്തു പരിശോധിക്കുകയാണെങ്കിൽ, തശഹുദിൻ്റെ വാചകങ്ങൾ ഒന്നെടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന. ആ അള്ളാഹുവിനോട് നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, നബിക്ക് നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബറക്കത്ത് ചെയ്തതുപോലെ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യണമേ, റഹ്മത്ത് ചെയ്യണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ തശഹുദിലുള്ളത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസി സമൂഹം, അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്ന ആളുകൾക്ക് പിന്നാലെയല്ല പോകേണ്ടത്. പ്രമാണങ്ങൾ കൃത്യമായി സലഫുകൾ വിശദീകരിച്ച മാർഗത്തിൽ നിലകൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വളച്ചൊടിക്കലുകളും തിരിമറികൾ നടത്തിക്കൊണ്ടും ഇസ്ലാമിലില്ലാത്ത ആദർശത്തിലേക്ക് ഒരു ആയത്തോ ഒരു ഹദീസോ വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ കൃത്യമായി അതിനെ പഠിക്കാൻ തയ്യാറാകണം. അത് കേട്ടു അയ്യുഹൻ നബി എന്ന അറബി വാക്ക് കേട്ടപ്പോഴേക്ക് ഇത് നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളും വഴിപിഴച്ചു പോകേണ്ടതില്ല. ഇത്രയും അറിവുള്ള പണ്ഡിതൻ പോലും ഈ രൂപത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ സമസ്തയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ അവർ സമൂഹത്തെ ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും കുഫറിലേക്കും കൊണ്ടു നയിക്കുന്നു എന്നതിന്
നേർരേഖയായിക്കൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം തന്നെ എടുത്ത് പറയാൻ സാധിക്കും, തെളിവായി ഉദ്ധരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അഹ്ലുൽ ബിദ്അത്തിൻ്റെ കക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ അഹ്ലുസുന്നത്തിൻ്റെ നേർമാർഗത്തിലൂടെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന നേർപഥത്തിലൂടെ പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.